ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈശാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇക്കൊല്ലത്തെ സ്റ്റാഫ് ടൂർ ആലപ്പുഴയ്ക്കായിരുന്നു കേട്ടോ. ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ മെയിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തൊരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച നൈറ്റ് തന്നെ അവിടെ നിന്ന് കയറി ശനിയാഴ്ച രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേർത്തല എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ നമ്മളൊരു ലോഡ്ജിൽ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുളിച്ച് ഫ്രഷപ്പായി അവിടെ തന്നെ കാപ്പിയും കുടിച്ചു. അതിനുശേഷം ബസ്സിൽ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടനാട്. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടനാട് എന്താണ്, കായലിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ അറിയാം, ഒരുപാട് ആളുകൾ പോയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറി ആ സമയം തൊട്ട് വളരെയധികം എന്താ പറയുക, ആകാംക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ ഇരുന്നുണ്ടായിരുന്നത്. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തി കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ഹൗസ് ബോട്ടിൽ കായലിലൂടെയൊക്കെ ഉള്ളൊരു യാത്ര എന്നൊക്കെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ പോയിട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയില്ല. പോയിട്ടുള്ളവർക്കറിയാം അതൊരു ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ടിൻ്റെ 2 ഫ്ലോറാണുള്ളത്. താഴത്തെ ഫ്ലോറിൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ച് ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഡിന്നർ ഹോളും എല്ലാം ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഒന്നിച്ചിരുന്ന്, ടീച്ചേഴ്സ് മാത്രമല്ല ഞങ്ങൾ ആൻറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ഹോളാണ്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ആ കായലിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. പിന്നെ താഴത്തെ ഫ്ലോറിലാണെങ്കിൽ റൂമുണ്ട്. റൂമിൽ നമുക്ക് വാഷ്റൂമും എല്ലാം അറ്റാച്ച്ഡ് ആണ്. പിന്നെ അതിൽ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കായലിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആസ്വദിക്കാം. അത്യാവശ്യം റൂമും കാര്യങ്ങളും ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. കാരണം റൂമെല്ലാം കാണാം. പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും, ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം, തീർച്ചയായിട്ടും പോയി കാണണം. അത്ര രസമാണ്. പിന്നെ നമ്മുടെ കായലിങ്ങനെ പരന്ന് കിടക്കുകയാണ്, കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ എന്താണെങ്കിലും എല്ലാവരും മുകളിലത്തെ ഹാളിലാണ് ഇരുന്നത്. അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് സാറ് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ തന്നു. അതൊക്കെ ചെയ്തു. ശരിക്കും ഒരു കൊച്ചു കുട്ടികളെ പോലെ ഞങ്ങളെല്ലാവരും പാറിപ്പറന്ന് നടന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് കേട്ടോ. ഞങ്ങളൊരു ടീച്ചേഴ്സ് എന്നുള്ളൊരു മൈൻഡ് വിട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്തു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഐറ്റം കരിമീനാണ് കേട്ടോ. ഒരു രക്ഷയില്ല, കരിമീൻ പൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട്, അത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. ആ കായലിലൂടെ പോകുമ്പോൾ അത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഫീല്, അത് വളരെയധികം എന്താ പറയുക, മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ആസ്വദിച്ച് തന്നെ ഫുഡും കഴിച്ചു കേട്ടോ. നമ്മളെല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരു ഒക്കേഷനിലുള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും കായലിലൂടെ പോകുമ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആ കരിമീനൊക്കെ അങ്ങ് തിന്നുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ്. അത് കൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. കരിമീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതാണ് നമ്മളിങ്ങനെ അത്രയും ഒന്നിച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. പിന്നെ ഇത് നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മുടെ കായലിങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമുക്കിങ്ങനെ വിശാലമായിട്ട് കാണാനും ആസ്വദിക്കാനും പോവാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, കുട്ടനാടും കായലും ജനജീവിതം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അത് ശരിക്കും നമുക്ക് ഉള്ളിൽ തൊട്ടറിയാം. നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതായതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ അയ്യോ ഞാനും ഇവിടെ എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായി, നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ടൈമൊക്കെ ആയി. ആ സമയത്ത് അവിടെ ചായയും കടിയൊക്കെ കൊണ്ടു തന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴംപൊരി ആയിരുന്നു കേട്ടോ. പഴംപൊരി നല്ല ചായ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ് കേട്ടോ. അർത്തുങ്കൽ പള്ളി ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ അർത്തുങ്കൽ പള്ളി. അപ്പോൾ ഞങ്ങൾ ആദ്യം അർത്തുങ്കൽ പള്ളിയിലേക്ക് പോയി. അർത്തുങ്കൽ പള്ളീനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ്. കാരണം അത് പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ. അതും നമ്മുടെ ഏകദേശം ഒരു ചരിത്രവുമായിട്ട്
ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ ഒരു പണിയും ആ ഒരു കൊത്തുപണിയും ഒക്കെ ഭയങ്കര രസകരമായിരുന്നു. ഒരു നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ. എന്താ പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആർത്തുങ്കൽ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പോർച്ചുഗീസുകാരും ഡച്ചുകാരൊക്കെ ഇവിടെ വന്ന സമയത്താണ് ഇതിൻ്റെ എല്ലാ നിർമ്മിതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ പണികളെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വളരെയധികം ആസ്വദിച്ചു. പിന്നെ അതിനോട് അടുത്ത് തന്നെയാണ് ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ ബീച്ചിലേക്കാണ് പോയത് കേട്ടോ. പോകുന്ന ഓരോ സ്ഥലത്തും പുതിയ പുതിയ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ബീച്ചിൽ ഈ വള്ളത്തിലൊക്കെ വരുന്നത് മീനാണ്. അവർ മീൻ കൊണ്ട് വരികയാണ്. അത് വാങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ ബീച്ചിൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കടലിൽ നിന്ന് മീൻ പിടിച്ചു വന്നത് ഡയറക്റ്റ് അത് കുടഞ്ഞിടുന്നൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, ഒരു മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. കാരണം പണ്ട് കണ്ടിട്ടുണ്ട് വീടിൻ്റെ ചേട്ടന്മാരൊക്കെ, എൻ്റെ വീട് ഡാം സൈഡിലാണ്, അവിടെ നിന്നൊക്കെ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത്രയും അധികം മീനൊന്നും ഞാൻ അങ്ങനെ അഴിച്ചിടുന്നതോ അല്ലെങ്കിൽ വേർപെടുത്തിയെടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ ഒരു വല നിറച്ച് മീനാണ് കേട്ടോ. അതിങ്ങനെ ഒരു കുടഞ്ഞു അവരത് എത്ര സ്പീഡായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് വളരെയധികം. അപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ അത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൺ ഡേ ടൂർ ആയതുകൊണ്ട് കുറച്ച് സ്ഥലത്തേ പോയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.